ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് എമ്പുരാൻ. അത്രല്ലേ ഞാൻ ആലോചിച്ച് നോക്കുകയാണെ, ഒരു വലിയ ബിസിനസ് ഡീലല്ലേ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ആശയം നമ്മുടെ ഒരു സുഹൃത്ത് നമുക്കൊരു കമന്റ് ആയിട്ടുണ്ട്. കമന്റ് ഇതാണ്, അതായത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ. അത് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ വീഡിയോ എടുത്തു. അപ്പോൾ ആ വീഡിയോ ഇടുന്നതിന് മുൻപ് വന്ന ഒരു കമൻറ്റാണ്, കിഴിക്കാരെ കാണുന്നില്ലല്ലോ, ഇനി ഇവർ വീഡിയോ ഇടണമെങ്കിലും ഗോകുലം ഗോപാലിനെ കൊണ്ടുവരേണ്ടി വരുമെന്ന്. ഒരു നല്ലൊരു കാര്യമാണ്. ഗോപാലേട്ടനെ വിളിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഒരു മൂന്നിന് അല്ലേ 3 കോടിക്ക് ഡീൽ ചെയ്യായിരുന്നു. 3 കോടി ആവശ്യം വരുമോ? 2 കോടി വരെ. അത് നീ ഏതിലേക്ക്? ഞാൻ ബിസിനസ്സാ പറയുന്നത്. 2 പേർക്ക് 2 കോടി മതിയാവും. 2 കോടി ഗോപാലേട്ടൻ തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് 2 കോടി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനുള്ള കുത്തിക്കഴപ്പേ ഉള്ളൂ ഇവിടെ. അയ്യോ. ഓക്കെ, എന്തായാലും ആഘോഷിക്കാൻ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോഴാണ്, എന്നാണ്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് കേട്ടോ. അതെ, നമ്മളെ ഇത് ഒരു വീഡിയോ ഇടാൻ നേരത്തെ അപ്ഡേറ്റ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇല്ല, അപ്പോഴേക്കും അടുത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും ഓൾ കേരള സിനിമേന്റെ ഓൾ റിലീസ് ടൈം പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തെമ്പാടും എല്ലായിടത്തും 27-ന് തന്നെ എത്തും. 27-നെത്തും. അതും സമയം 6 മണി. FDFS ഉറപ്പിച്ചിരിക്കുന്നു, ലോക്ക് ചെയ്തിരിക്കുന്നു 6 മണി. ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് നിരാശനാണ്. എനിക്കറിയാം. കാരണം എനിക്ക് ലിയോ എന്നുള്ള ആ ടൈറ്റിൽ ഉണ്ടല്ലോ, ലിയോ, അതിനി ഇവിടെ വേണ്ട. ഇതിന് എത്ര മൊത്തം കളക്ഷൻ കിട്ടും എന്നുള്ളതല്ല, 200, 300, 500, അതൊന്നും ഇവിടെ വിഷയമല്ല. ഫസ്റ്റ് ഡേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നുള്ളത് ലിയോന്റെ കയ്യിൽ വേണ്ട. അത് ഇവിടെ ഒരു തമിഴ് സിനിമ അത് വേണ്ടാന്ന്, അത് വേണ്ടാന്ന് അങ്ങ് വെച്ചേക്കണം. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇവിടെ മലയാള സിനിമ തന്നെ ഫസ്റ്റ് ഡേ 12 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കണം. അതിന് എത്ര ഷോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്ര ഷോ ആഡ് ചെയ്തോ. അല്ല, സംഭവം കേട്ടത് അതായത് എല്ലാ ഷോയും അതാണ്, ഫുൾ ഷോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. എങ്ങനെ ആരൊക്കെയാണെന്നുള്ള അറിയാലോ. ആശീർവാദും ഗോകുലവും ആണ്, പിന്നെ ലൈക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരുന്ന പണിയാണ്. കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതാണ്. ചോദിച്ചാൽ കൊടുത്തിരിക്കും. യെസ്. അപ്പം തിയേറ്റർ ഫുള്ളായിട്ട് അങ്ങ് വിലക്കെടുത്തേക്കുവാ 27-ാം തീയതി. മൊത്തം സ്ക്രീനില് എമ്പുരാൻ മാത്രം കളിക്കുന്ന ഒരു അവസ്ഥ. എന്തൊരു സുന്ദരം, സുഖം. 27-ാം തീയതി റിലീസ് വെച്ചേക്കുന്ന ഏതായിരുന്നു? വീരധീരശൂരൻ. അല്ലേ? വീരധീരശൂരൻ അല്ലേ ഉള്ളേ? അപ്പൊ ഇവിടെ ഒന്നും തിയേറ്ററിൽ ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ പോയി കണ്ടിരുന്നേ. സത്യം. അത് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവര് ഇവര് ഫുൾ തിയേറ്റർ വെച്ചേക്കുവാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ, അതായത് 6 മണിക്ക് തുടങ്ങി 9 മണിക്ക് 9:15 ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോ പോസിറ്റീവ് റെസ്പോൺസാ വരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളത് ചരിത്രമായിരിക്കും. പിന്നെ എല്ലാം ഒരു പിന്നെ എല്ലാം ഒരു മൂടൽമഞ്ഞ് പോലെ ആയിരിക്കും, ഒരു പുകപടലം എല്ലാം കൂടി ഒക്കെ അടിച്ച് കേറിയിട്ടേ എന്തായിരിക്കും. ഞാന് ലൂസിഫർ തന്നെ എനിക്കിപ്പോ ആ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, അടുത്ത ഷോയ്ക്കാ പോണത്. തിയേറ്ററിന്റെ കൂടെ കാല് കുത്താൻ സ്ഥലമില്ല, ഫുള്ള് പോസിറ്റീവ് റെസ്പോൺസ് അങ്ങ് വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരുന്നെങ്കിൽ എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടാവൂല കേട്ടോ. എന്താണെങ്കിലും പോസ്റ്റർ വന്നതിനകത്ത് നമ്മുടെ സ്റ്റീഫനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ടതാണ്. നമ്മള് അതിന്റെ ഒരു സംഭവം ഏതോ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ, അതായത് ആ വൈറ്റും ഇട്ടിട്ട് ആളൊരു തിരിച്ചുവരവുണ്ടാവും. അതിനുശേഷം ആ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയില്ലേ, 666, ആ വണ്ടി എടുത്തിട്ട് ഇറങ്ങലുണ്ടാവും. അത് കാണാനാണ് കാത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ, അതായത് സ്റ്റീഫൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ലൂസിഫറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളയും ഇട്ടിട്ട് ആളിനി വരില്ല എന്നുള്ള രീതിയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു സംഭവം പറയാൻ കാരണം, ഇതിൻ്റെ മേക്കിങ് കേരളത്തിൽ വെച്ച് നടന്നപ്പോൾ
അതിൻ്റെ കുറച്ച് സ്റ്റിൽസുകൾ പുറത്തു വന്നത്, ഇതിൻ്റെ വണ്ടീൻ്റെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റും ഇട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു സീനിലൊക്കെ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് നേരത്തെ അറിഞ്ഞിട്ടുള്ള സംഭവം. അവിടെ എന്തായാലും ലാലേട്ടൻ കറുപ്പും വെള്ളം ഇട്ട് കറുപ്പും ഇട്ട് വന്നിരിക്കൂലല്ലോ. ഒന്നാമത് പാർട്ടീന്റെ പരിപാടി അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കുന്ന സമയത്ത് ആ സാധനമൊക്കെ എന്തായാലും ഊഹിച്ചെടുക്കാവുന്നുള്ളൂ. എന്തിനാണ് ഇപ്പൊ അതേ കുറിച്ചൊന്നും പറയണ്ട, അവര് തന്നെ പുറത്തു വിട്ടല്ലോ. അതെ, സിമ്പിൾ ആയിട്ട് ഇത് നമ്മള് പറയേണ്ട ആവശ്യമില്ല. ഇത് ഇവര് തന്നെ ഇറക്കി വിട്ടേക്കുന്നത് സ്റ്റീഫനെ അല്ലേ. എന്തായാലും പോസ്റ്റർ കാണാം. എന്തല്ലേ അപ്ഡേറ്റ്സിന്റെ പെരുമഴ. ഒന്നുമില്ലാന്ന് പറഞ്ഞ് കരഞ്ഞവർക്ക് 27/3/2025 6 മണിക്ക് കൃത്യം രാവിലെ അടിച്ചങ്ങ് വിടും. ആരെ? ഡെവിളിനെ. എന്താ അറ്റ് ദി ബ്രേക്ക് ഓഫ് ഡൗൺ ഡാർക്ക്നെസ് ഡിസൻസ്. അപ്പൊ അതെന്താ? ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നില്ലേ, അതിനുശേഷം മറ നീക്കി പുറത്തു വരുന്നത്. അങ്ങനത്തെ ഒരു സാധനം തന്നെ ഉദ്ദേശിച്ചത്. അതായത് പ്രഭാതത്തില് തന്നെ ഡാർക്ക്നെസ്, അതായത് ഇരുട്ടിനെ തുറന്നു വിടും എന്നുള്ളത് ആ സാധനല്ലേ. വീഡിയോ ചെയ്തപ്പോ നമ്മള് പറഞ്ഞ ഡയലോഗാണല്ലോ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതെങ്ങാനും ഒരു എന്റർടൈൻമെന്റ് കിഴി കോപ്പി അടിക്കുന്നോ? എങ്ങനെ എന്റർടൈൻമെന്റ് കിഴിയെ കോപ്പി അടിക്കുന്നോ? ഫസ്റ്റ് അതല്ലേലും അങ്ങനെയാ. നമ്മൾ ആദ്യം പറഞ്ഞത് എപ്പോഴും സത്യമായിരിക്കും. മനസ്സിലാവാറില്ല, കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അതെ, അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഞങ്ങൾ ഒരു കാര്യം എടുത്ത് കൂടുതൽ, അതായത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. സീക്രട്ട് വിളിക്കല്ലേ. അല്ല, അതാണ്. ഓക്കെ, എന്താണെങ്കിലും 6 മണിക്ക് സിനിമ എത്തും. പക്ഷെ ഞാൻ 6 മണി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അതല്ല, ഈ ലുക്ക് പൊളി. ആ നൃത്തം നോക്ക്, കൈ കെട്ടിങ്ങനെ നിൽക്കുക. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇത് പാർട്ടിന്റെ ഇതിന്റെ സമയത്തുള്ള അല്ലേ. അതിനകത്ത് എന്താ എഴുതിയേക്കുന്ന വിശദീകരണ യോഗോ? വിശദീകരണ യോഗം. മറ്റേ ഫോട്ടോ വെച്ചിരിക്കുന്നത് PKR ആണോ അതോ ടോവിനോ അല്ലല്ലോ? ഇതാണ് അന്ന് ലീക്കായ ആ ഒരു ലൊക്കേഷൻ. ഈ കവാടമുണ്ടല്ലോ. മനസ്സിലായി. ഓക്കെ, എന്തായാലും മഴയുണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി മഞ്ഞാണോ അറിഞ്ഞൂടാ. കാരണം അതൊരു പറഞ്ഞിരിക്കുന്ന ഒരു ഹൈ റേഞ്ച് പരിപാടിയാണല്ലോ. അതെ, അത് തന്നെയാണ് അതിൽ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ മഴയാവാം അല്ലെങ്കിൽ മഞ്ഞാവാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാരും റെഡി ആയിട്ടിരുന്നോ. രാവിലെ 6 മണിക്ക് വിശദീകരണ യോഗം ഉണ്ട്. ശരിക്കും വിശദീകരിച്ച് തരും ആരാണ് ഇവിടുത്തെ ഒരേ രാജാവ്. ഈ സിനിമ കഴിയുമ്പോ വിശദീകരിക്കാൻ ഉണ്ടാവുമോ സിനിമയെ കുറിച്ച്? മറന്നുപോയായിരുന്നല്ലോ. ഒന്നും മറക്കരുത് രാമ, എല്ലാം ഓർമ്മ വെച്ചോളൂ. എന്തുകൊണ്ട് 12 മണി ഇല്ല? 12 മണിക്കൊക്കെ മരിച്ചു കഴിഞ്ഞാല് കൊറേ നേരം മോർച്ചറി വെക്കണം. ഈ 6 മണിക്കൊക്കെ ആകുമ്പോ പിന്നെ ഒരു അരമണിക്കൂർ സമയത്ത് മോർച്ചറി വെച്ചാൽ മതി. നമ്മളെ പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിക്കും. നമ്മളെ രണ്ടുപേരും. അല്ലാതെ പിന്നെ എന്നെ മാത്രോ? അങ്ങനെ പറയാം. സീരിയസ് ആയിരിക്കും. ഓക്കെ, സീരിയസ് ആക്കാം. സീരിയസ് അല്ലാതെ അത് കോമഡി അല്ല. അതില് അതോടെ നിൽക്കട്ടെ. ഇത് പറ, എന്തുകൊണ്ട് 12 മണിക്ക് ആക്കിയില്ല? 12 മണി, പക്ഷേ 12 മണി 6 മണി തമ്മിലേക്ക് വരുമ്പോ ഒരു 3 ഷോന്റെ വ്യത്യാസം വരുള്ളൂ. തിയേറ്ററുകൾ ഫുൾ എടുക്കുന്നുണ്ട്. എന്ത് ആ 3 ഷോന്റെ വ്യത്യാസം? ഒരു ഷോന്റെ വ്യത്യാസം തന്നെ അല്ല, മൊത്തം തിയേറ്ററിൽ കേരളം മൊത്തം 12 മണിക്ക് വന്ന. അങ്ങനെ വരുമ്പോ അത്രയും തിയേറ്ററുകൾ എടുക്കൂല. ഒരു 4 സ്ക്രീൻ ഉള്ളിടത്ത് 1-2 സ്ക്രീൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പുറത്തുള്ള 2 സ്ക്രീൻ പോയില്ലേ. അതും ആ ഒരു ഷോ നടക്കുന്നത് ഇത് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവൂല. ഇതൊന്നല്ല, അതായത് 12 മണിക്ക് ഇവര് ഷോ വെച്ചിട്ടുള്ളതെല്ലാം പണിയിട്ടുള്ളൂ. ഇവരുടെ വിചാരമുണ്ട്, അതായത് ഉറക്കമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് കഥയൊന്നും മനസ്സിലാവാതെ നെഗറ്റീവ് അടിക്കാനല്ലേ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കും 6 മണിക്ക് വെച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കടുത്ത, അതായത് സിനിമ മോഹികളും കടുത്ത ഫാൻസും, ഇത് ഓരോ താരങ്ങൾക്കുള്ള ഫാൻസ്, പിന്നെ ലൂസിഫറിനോടുള്ള താല്പര്യമുള്ളവരും, ഇതെല്ലാം ഏത് രീതിയിൽ നോക്കിയാലും കട്ട ഫാൻസ് ആണല്ലോ. ഈ ഫാൻസ് അല്ലേ എന്തായാലും 6 മണിക്ക് ഷോക്ക് പോകുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ പോകുന്നവരെന്തായാലും 12 മണിക്കും റെഡി ആയിരിക്കും. അതെന്തായാലും റെഡി ആയിരിക്കും. ഇതിനകത്ത് മറ്റൊന്ന്, എന്തായാലും ഈ പ്രാന്തുള്ളവർ ആരും 6 മണിക്കാണെങ്കിൽ പോലും തലേ ദിവസം ഉറങ്ങുമോ? അത് ഉറങ്ങൂല. അതെന്തായാലും ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു സംഭവം അല്ല. ഇതിനകത്ത് എന്താണെന്നറിയോ, ഇനി അഥവാ ഇനി ഞാൻ തന്നെ ഇത് എന്റെ വായിന്ന് തന്നെ പറഞ്ഞിട്ട് വേണം, ഇനി ഞാൻ തന്നെ ഇത് കേൾക്കുകയും ചെയ്യണം. ഇപ്പൊ 12 മണിക്ക് ഷോ വെച്ചു, ബൈ ചാൻസ് ഒരു നെഗറ്റീവ് വന്നു,
പിന്നെ അടുത്ത ഷോയ്ക്ക് ഒരു മനുഷ്യൻ ഉണ്ടാവോ? പിന്നെന്താ, ഉണ്ടാവും. ഓഡിയൻ എടുത്ത് നോക്കണം. ഓഡിയനല്ല, ഇനി എന്തെടുത്തിട്ടാലും ഓഡിയൻ ഇതിനൊക്കെ നെഗറ്റീവ് വന്നാലും ഇത്രയും കണക്ഷൻ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇനി അതിനൊന്നും സംഭവിച്ചില്ല. ഇതിനകത്തെ കാര്യം പറഞ്ഞിരുന്നത് ഇപ്പൊ കുറച്ചു നാളായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല സിനിമേന്റെ. ഒരു സാധനം നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ ഉണ്ടാവൂല അവിടെ. ഇവിടെ പോസിറ്റീവ് വന്നിട്ട് ഒരു മനുഷ്യനില്ല, അപ്പോഴാണോ നെഗറ്റീവ് കൂടി വന്നിട്ടുള്ള അവസ്ഥ. അതിപ്പോ അല്ല, ഈ ഉറക്കം എന്നുള്ള നിനക്കിപ്പോ എന്താ 12 മണിക്ക് വേണം? നീ ഒരു കാര്യം ചെയ്യും, OTT സിനിമ വരുമ്പോ 12 മണിക്ക് ഇരുന്ന കാട് ആ പ്രശ്നം തീരട്ടെ. എനിക്ക് ഫസ്റ്റ് ഡേ 12 കോടി തീർക്കണം. അത് തീർത്തിരിക്കുന്നു. അത് ചെറിയൊരു നേരിയ വ്യത്യാസം പോരെ. ഇനിയിപ്പോ അടുത്തൊന്നും വേറൊരു ആൾക്ക് വന്നാണ്ട് ഇനി അതിന് തൊടാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം ഇങ്ങനത്തെ സിനിമ എപ്പോഴെങ്കിലും സംഭവിക്കുള്ളൂ. ഈ 12 കോടിന്റെ മുകളിൽ നേടുക എന്ന് പറഞ്ഞ ഒരു 13 കോടി നോക്കിക്കോ. ഈ 13 കോടി തൂക്കണമെങ്കിൽ ഏത് റേഞ്ചിലുള്ള സിനിമ വരണം? അങ്ങനത്തെ വരുമല്ലോ. ഇവിടെ വന്നാലും സംഭവിക്കരുത്. സംഭവിക്കൂലെന്ന്. അതിനുള്ള കെൽപ്പൊക്കെ ഉള്ള ആൾക്കാരൊന്നും ഇവിടെ ആയിട്ടില്ല. ആയി വരണം. ആവരുത്. 15ന്റെ മുകളിലൊക്കെ ഇനി തൊടാൻ പറ്റാത്ത ലെവലില് അങ്ങനെയാണെങ്കിൽ ഒരു 20 റേഞ്ചിലൊക്കെ വന്ന് ഷോ കഴിഞ്ഞാലും അതായത് കേരളത്തിലുള്ള തിയേറ്ററുകൾ ഫുൾ സ്ക്രീന് അത് ഫുള്ളായിട്ട് കളിച്ചാലും 20 എത്തൂലേ? എത്തുവേ. ഒരു 4 ഷോ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ എത്തൂലേ? രാത്രി 12 മണിയുടെ ഷോ ഒക്കെ ഇടുവേ. അതന്നെ എന്തായാലും വരില്ല. കാരണം ഇത്ര ഷോ, അതായത് ഇതേ ലെവലില് കുറച്ചിട്ടാണല്ലോ കുറച്ചൊക്കെ. ഇത് കുറച്ച് ആൾക്കാരുടെ കുറവ് കൊണ്ടാണ് 12 കോടിയിലേക്കൊക്കെ എത്തുന്നത്. അത് ശരിയായിരിക്കും. അല്ലേ, വേറൊരു കാര്യമുണ്ട്. ഇത് രാവിലെ 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അവിടുന്ന് പിറ്റേ ദിവസം 6 മണി വരെ വേണമെങ്കിലും ഷോ നടത്താം. അതാണ് 24 മണിക്കൂറാകുന്നത് അല്ലേ? അപ്പം ഈ 12 മണിക്ക് വരാത്ത ഷോ ഒക്കെ പിറ്റേ ദിവസം 12 മണിക്കൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്തേക്കാം. അല്ല, ആഡ് ചെയ്യും. എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടും ഒക്കെയാണ് ഈ എത്തുന്നത്. അതാ പറഞ്ഞേ. ഇപ്പോ ലിയോ സിനിമ അത്യാവശ്യം ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കളിച്ച ഒരു സിനിമയാണ്. അവര് രാവിലെ 5 മണിക്കല്ല തുടങ്ങിയത്. 5 മണിക്ക് ഗോകുലം മൂവീസ് ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നത് കേരളത്തില്. അപ്പൊ അതിന്റെ പുറകെ എന്തായാലും ഉണ്ടാവും. പിന്നെ മാരത്തോൺ ഷോസ് ഉണ്ടായിരുന്നു. അവരുടെ കണ്ടിന്യൂസ് ആയിരുന്നു. അതും ഇത് ഇങ്ങനെ തന്നെ. അവിടെ 5 മണിക്ക് കളിച്ചു, ഇവിടെ 6 മണിക്ക് കളിക്കുന്നു. ആ 1 മണിക്കൂറിന്റെ ഗ്യാപ്പ് വ്യത്യാസം വരുന്നില്ല. അതൊരു വ്യത്യാസമല്ല, ബാധിക്കൂല. ഇപ്പൊ ഇനി വരാൻ പോകുന്ന 6 ഷോയും കണ്ടാണ് ഒരു ദിവസം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെയൊക്കെയുള്ള തിയേറ്ററിൽ പറയുന്നത്. 9, 11 പക്ഷേ 6, 9 ഉണ്ടാവൂല. 9:30, 6, 9:30, പിന്നെ 12:30, 3:30, പിന്നെ 6:30. അതൊക്കെ എന്തോ ആട്ടെ. പിന്നെ 10 മണി, പിന്നെ രാത്രി ഒരു 1 മണിക്ക് അടുത്തതും 14 തുടങ്ങും. പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. എന്റെ പൊന്നെ, വിട്ടുകളില്ല. അവസരങ്ങൾ വല്ലപ്പോഴും വരും. അതത്രേ ഉള്ളൂ. എടാ ഇത് തൂക്കിയിരിക്കും. ഒരു ഉദാഹരണം പറയാം. പഴശ്ശിരാജ സിനിമ വമ്പൻ കോടിലൊക്കെ. അതെ, പഴശ്ശിരാജ പോലെ. അപ്പോൾ പഴശ്ശിരാജന്റെ ആ ഒരു, എനിക്ക് ഇപ്പോഴും ഉണ്ട് അന്നത്തെ ആ ഒരു ഇമ്പാക്ട് മനസ്സിൽ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ ഇനി മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സംഭവം, അതായത് വാളെടുത്താൽ ചരിത്ര പുരുഷനായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി വരുമെന്നുള്ളത് നമുക്കറിയാം, സത്യം. പക്ഷെ അങ്ങനെ സിനിമ പിന്നെ സംഭവിക്കാൻ എത്ര കാത്തിരുന്നു. മാമാങ്കം വരെ കാത്തിരുന്നു. പിന്നെ മാമാങ്കം വന്നത് അതിലാണെങ്കിലോ എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത സമയമായിരുന്നു അത് വരുന്നതിന് മുമ്പേ. അതൊരു സത്യം. അത് വന്നതും സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ അതിന്റെ. പിന്നെ മാത്രല്ല അതില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡയറക്ടർ മാറുന്നു, പിന്നെ അതിലെ കാസ്റ്റിംഗ് വ്യത്യാസം വരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് നിൽക്കട്ടെ. പക്ഷെ പഴശ്ശിരാജ പോലെ, അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം ഒത്തു വന്ന് വലിയ സിനിമകളായിട്ട് ഇതുപോലെ ഹൈപ്പോടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറായിട്ടേ വരുള്ളൂ. ഒടിയതിനു ശേഷം ലാലേട്ടന്റെ ഇതല്ലേ ശരിക്കും ഇങ്ങനെ വരുന്നത്. ഒടിയതിനു ശേഷം എനിക്ക് തോന്നുന്നു മരക്കാറ് ഇതേപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒടിയനെ പോലെ ഒന്നുമില്ല. ഒടിയനാണ് ലാലേട്ടന്റെ സിനിമകളിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമ ഒടിയനാണ്. അത് ഇപ്പൊ എമ്പുരാനും അത്ര എത്തിയിട്ടില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യം. അതാ പറഞ്ഞത്. അപ്പൊ ആ ഒരു ലെവലിൽ വരണമെങ്കിൽ വളരെ റയറായിട്ട് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് അത്. ആ ചാൻസ്
ഒരിക്കലും കളയാൻ പാടില്ല. ഒടിയന്റെ ആ റേഞ്ച് ഒന്നും അല്ലായിരുന്നു, അതിന്റെ മുകളിൽ പോയേനെ അന്ന് ഹർത്താലും. അതെ, എന്നിട്ടാണ് അത് പിന്നെ മാത്രല്ല ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പത്തെ ലെവല് പരിപാടി അന്നില്ല. ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, ഇപ്പൊ എല്ലാ സാഹചര്യവും ഒത്തുവന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തൂക്കിയിരിക്കും. 12 നമ്മള് ചെറിയ നിസ്സാര തുക കൊണ്ട് തൂക്കരുത്. അതില്ല, മിനിമം ഒരു 3 പിടിക്കുള്ളൂ. തുടങ്ങിയതും 3 അവസാനിപ്പിക്കുന്നതും 3. ഇല്ല, 2 കോടി പിടിക്കാം നമുക്ക്. ഒരു 2 കോടിന്റെ ആവശ്യം വരുള്ളൂ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഇനി സ്പൂൺ ഫീഡ് ചെയ്യണോ അവരെ? 2 കോടി ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഇതല്ല, ഇത് ഇപ്പൊ പറയൂ ആടാ നിങ്ങൾക്കൊക്കെ 2 കോടി അങ്ങ് വളർത്തി തരാം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞോണ്ടായിരിക്കും. അങ്ങനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. 2 കോടി ചോദിച്ചതല്ല, ഞങ്ങൾ പുതയ്ക്കാൻ വേണ്ടിട്ടാ. ബൈ.